അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേവളപ്പിൽ. ഞങ്ങളെ PVS ഗാർഡൻ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പട്ടണനടക്കാവാണ് ഞങ്ങളെ ഗാർഡന് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് തായ് പിങ്ക് പേര. പേരയിൽ ഏറ്റവും നല്ല പേര എന്ന് നമ്മൾ അറിയപ്പെടുന്ന പേരയിൽ തായ് പിങ്ക് പേര, പിന്നെ ജപ്പാൻ പേര എന്ന് പറഞ്ഞാൽ പിന്നെ റെഡ് ഡയമണ്ട് പേര, അതേമാതിരി ഇങ്ങനെയൊക്കെ പിന്നെ VNR പേര. ഇതൊക്കെയാണ് പേരയിൽ ഏറ്റവും നല്ല പേര. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയൽ തായ് പിങ്ക് പേരയാണ്. കാരണം അതിന് കുരു കൂടുതലില്ല, എന്നാൽ നല്ല അത്യാവശ്യം മധുരമുണ്ട്. ഒരു പിങ്ക് കളറിലാണ് ഉള്ളിൽ വരണത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, കാര്യമായ പ്രത്യേകത, നല്ലതുപോലെ കായ്ക്കും. ഒരു ചെറിയ ചട്ടിയിലും അല്ലെങ്കിൽ നിലത്തും ഒക്കെ ഏത് സ്ഥലം കുറവുള്ളവർക്കൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു പേരൊക്കെയാണ് തായ് പിങ്ക് പേര. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞങ്ങളടുത്തിവിടെ ഒരു 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇതിൻ്റെ ഒക്കെ ജെന്യൂനായ തൈകൾ 100% ഗ്യാരണ്ടിയോടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ തൈകൾ ഡെലിവറിയോ കൊറിയറോ ഒന്നുമില്ല. ഇവിടെ വന്ന് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല തൈകൾ സെലക്ട് ചെയ്യാനുള്ള ഓഫറാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് 100% ഗ്യാരണ്ടിയും തരും. അതുകൊണ്ട് എല്ലാവരും വന്നെടുക്കാൻ ശ്രമിക്കുക. അത് അവർക്ക് ഇഷ്ടപ്പെട്ട താല്പര്യമുള്ളത് മാത്രം വന്ന് കൊണ്ടുപോവുകയും ചെയ്യാം. ഇതാണിപ്പോൾ റെഡ് ബെയറാപ്പിൾ. അതായത് ചെറിയ പിങ്ക് കളറിൽ റെഡ് കളറിലായിട്ടൊക്കെ വരുന്ന ഒരു ബെയറാപ്പിളാണിത്. അത്യാവശ്യം നല്ല മധുരമുള്ള, പിന്നെ മാത്രമല്ല നല്ലപോലെ കായ്ക്കുന്ന ബെയറാപ്പിൾ. അതാണ് ഇതിൻ്റെ തെളിവാണിത്. ഒരു ഡ്രമ്മിലാണ് ഞങ്ങളത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരു ബെയറാപ്പിളാണ്. ഗ്രീൻ കളറും റെഡ് കളറും. ഇതിൻ്റെയൊക്കെ നല്ല തൈകളും ഉണ്ട്, അതിൻ്റെയൊക്കെ ഡൂപ്ലി തൈകളും ഉണ്ട്. അപ്പോൾ അത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നമ്മളടുത്ത് കായ്ച്ചിട്ടുള്ള സബാറ വെറൈറ്റി പെട്ട. സബാറ എന്ന് പറഞ്ഞാൽ മരമുന്തിരി, എല്ലാവർക്കും അറിയാം. അത് കുറച്ച് സമയം എടുക്കും കായ്ക്കണമെങ്കിൽ. പക്ഷേ കായ്ച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്, കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഇത്. ഒരു 5-6 വർഷം 5-8 വർഷമായ കഴിഞ്ഞിട്ട് 10 വർഷം 12 വർഷം അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽപ്പെട്ടൊരു മരമുന്തിരിയാണ് സബാറ വെറൈറ്റി മരമുന്തിരി, ജബോട്ടിക്കാബ സബാറ. തൈ കൊടുക്കാനുള്ളത് തന്നെയാണ്. അത്യാവശ്യം നല്ലപോലെ കായ്ക്കുന്ന തൈയുമാണിത്. കായ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം അയക്കണം. ഇതിപ്പോൾ നമ്മളെ റെഡ് ഹൈബ്രിഡ് ഒരു 12 വർഷമായ മരങ്ങളാണ് ഇതൊക്കെ. ഇത് നമുക്ക് ഫുള്ള് കായ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കായൊക്കെ കഴിഞ്ഞ് തുടങ്ങി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നല്ല മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. റെഡ് ഹൈബ്രിഡിൽ ഏറ്റവും നല്ല വലിയ കായുമാണ്, മാത്രമല്ല എല്ലാ സമയത്തും കായ്ക്കും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് കായ് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. കായ് നല്ല വലിപ്പം ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. ഇതിപ്പോൾ 10-12 വർഷമായ മരങ്ങളാണ് ഇപ്പോൾ നമ്മളടുത്തൊക്കെ ഉള്ളത് ഏകദേശം. ഇതാണ് നമ്മളെ ഒറിജിനൽ നാംഡോക്കുമായി ഗോൾഡ് എന്ന് പറഞ്ഞ നാംഡോക്കുമായി മാങ്ങ. ഇത് വേറെ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത 2 കാര്യമുണ്ട്. ഒന്ന്, ഇതിന് ഒറിജിനൽ ഗോൾഡ്, പിന്നെ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, സീത്തോങ് എന്ന് പറഞ്ഞ വെറൈറ്റി. നമ്മളൊരു 6 വർഷം മുമ്പ് ഇത് പറയാൻ തുടങ്ങിയിരിക്കുന്നത് സീത്തോങ് എന്ന് പറഞ്ഞ വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിന്മേ തന്നെ ഇതിന് ചെറിയ കായകളും വലിയ കായകളും മൂത്ത കായകളും ഒക്കെ ഇതിന്മേ തന്നെ ഉണ്ടാവും. ഇപ്പോൾ 2-3 സ്റ്റേജിലായിട്ട് ഇത് കായ പിടിച്ചു വരും. അതാണ് ഇതിൻ്റെ കാര്യമായ പ്രത്യേകത. പിന്നെ അതിൻ്റെ ഗോൾഡൻ കളറും. അതാണ് ഈ സിത്തോങ് എന്ന് പറഞ്ഞ വെറൈറ്റീൻ്റെ പ്രത്യേകത. ചെറിയ ചട്ടിയിൽ ഇത് വളർത്തിയെടുക്കുക. ഇത് എല്ലാ വർഷവും കായ്ക്കും ചെയ്യും. ഇത് പിന്നെ ഒരു ചെറിയ ചട്ടിയാണിപ്പോൾ. ഒരു 20 ഇഞ്ചിൻ്റെ ചട്ടിയാണിപ്പോൾ. ഇത് 20 ഇഞ്ചിൻ്റെ ചട്ടിയിൽ വലുതായി കഴിഞ്ഞാൽ ആ ചട്ടിയിൽ തന്നെ ഇപ്പോൾ ഒരു 5-6 വർഷം ആയിക്കണിപ്പോൾ. മരത്തിന് തന്നെ ഒരു 6 വർഷമൊക്കെ 5 വർഷം കഴിഞ്ഞ് 6 വർഷമായി തുടങ്ങിയിരിക്കണ്. എന്നെ കടവണ്ണം കണ്ടില്ല, ഒരു 8 ഇഞ്ചോളം വണ്ണത്തിലെത്തിയിരിക്കണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഇപ്പോൾ നമ്മളെ ബ്രസീലിയൻ മൾബറി. അതായത് ഇതിൻ്റെ പ്രത്യേകത ഇത് കണ്ട നല്ല വണ്ണം. അതാ മൾബറി ചാടി ചെയ്ത് നല്ല അത് പിന്നെ പഴുത്തിട്ടില്ല. ഇത് ശരിക്കും കറുത്ത കളറാവും. ഫുള്ള് കറുത്ത കളറായും വരുമ്പോഴാണ് ഏറ്റവും ടോപ്പ് മധുരം, നല്ല ടേസ്റ്റ്. എത്ര തിന്നാലും മടുക്കാത്തൊരു മൾബറിയാണ് ബ്രസീലിയൻ ബ്ലാക്ക് മൾബറി. അതാണിത്. ഇത് റെഡ് കളറുള്ളതുകൊണ്ട് അത്ര മധുരം ഇല്ല കേട്ടോ. അത് പാകിസ്ഥാൻ മൾബറി എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല. അതായത് ബ്ലാക്ക് ആണ് ഒറിജിനൽ ബ്രസീലിയൻ മൾബറി എന്ന് പറഞ്ഞത്. അതാണ്. ഇത് കറുത്ത കളറായി മാറും. ഇതിലൊക്കെ മേലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിയുന്നതും ഈ നല്ല മൾബറിൻ്റെ ബ്രസീലിയൻ മൾബറി വാങ്ങി നടാൻ ശ്രമിക്കുക. അത്യാവശ്യം നീളം വരുന്നുണ്ടല്ലേ? നല്ല നീളം വരുന്നുണ്ട്. ഒരു 4 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ നീളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 4 സീസണിലോ അങ്ങനെ കായ്ച്ചലോ അങ്ങനെ ചെറിയ തൈ തന്നെയാണ്, ചട്ടിയിലാണ്. ഇതൊക്കെ നമുക്ക് പിന്നെ ലോങ്കൺ ഇവിടെ എല്ലാ വെറൈറ്റിയും പിന്നെ ബെഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വെറൈറ്റിയും, അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ വെറൈറ്റികളും നമ്മളിവിടെ കായ്ക്കുന്ന എല്ലാ വെറൈറ്റികളും നമ്മൾ ബെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നാംഡോക്കുമായി. ഇതും ഗോൾഡ് തന്നെയാണ്. ഇതൊന്നും കൂടി ഗോൾഡായി വരും. കളർ നല്ല ഗോൾഡ് കളറിലായി. ഇതിൻ്റെ ഇലൻ്റെ മാറ്റമാണ്. ഇത് ഗോൾഡിൻ്റെ ഇല ഇങ്ങനെ ആയിരിക്കും, ഒരു കർവ് മോഡൽ. ഇങ്ങനെ ഇല ഇങ്ങനെ ഒരു പിരിഞ്ഞുകൊണ്ടാണ് ഇല വരിക.
ഇതാണ് നാംഡോക്കുമൈ ഗോൾഡ് എന്ന് പറഞ്ഞത്. കുറച്ചുകൂടി വലിപ്പമുള്ള മാങ്ങയാണ് ഇതൊക്കെ. അതായത് ഇത് കണ്ടില്ലേ, ഏകദേശം ഒരു കൈയിൻ്റെ കൈപ്പത്തിനെക്കാട്ടിയും വലിപ്പമുണ്ട് ഒരു മാങ്ങ. നാംഡോക്കുമൈൻ്റെ മാങ്ങയാണിത്. ഇതൊക്കെ ഇതേമാതിരത്തെ നല്ല ക്വാളിറ്റി ഉള്ള തൈകൾ വാങ്ങി നടാൻ ശ്രമിക്കുക. ഈ മരത്തിന് ഒരു വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. 5 ഐറ്റം മാങ്ങ ഒരു മാവിൽ കായ്ക്കും. 5 ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് സൂപ്പർ ക്യൂന്, ഒന്ന് സൂപ്പർ കിങ്. സൂപ്പർ കിങ് ഇതാ കായ്ച്ചിട്ടുണ്ട്. സൂപ്പർ കിങ് ഇതാ കായ്ച്ച് വരണതാ, നല്ല മാങ്ങ ആയിട്ട് വരണുണ്ട്. ഇനി അടുത്തത് സൂപ്പർ ക്യൂനാണ് ആ മുകളിൽ പൂവിട്ട് വരണതാ, സൂപ്പർ ക്യൂന്. പിന്നെ ഒന്ന് പിന്നെ ഗോലക്കായിട്ടില്ല, ഗോലക്കായി വരണേ ഉള്ളൂ. പിന്നെ ഒന്ന് കാട്ടിമോൺ എന്ന് പറഞ്ഞ മാവും. ഈ 5 ഐറ്റം ഇതിമുണ്ട്. ഇതിൽ 3 ഐറ്റം ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ കായ്ക്കും. ഇത് പിന്നെ ഇനി ഗോലക്ക് അടുത്തത് കായ്ക്കാനുണ്ട്, അതേമാതിരി കാട്ടിമോണും കായ്ക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ 5 ഐറ്റം, 8 ഐറ്റം, 12 ഐറ്റം, അതേമാതിരി 3 ഐറ്റം, 2 ഐറ്റം ഒക്കെ ഒരു മാവിൽ തന്നെ കായ്ക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള തൈകൾ ബഡ് ചെയ്ത് ഞങ്ങളെ തൈകൾ നമ്മളെടുത്തിട്ടുണ്ട്. ഗോലക്ക് എന്ന് പറഞ്ഞ മാങ്ങ, അതായത് ഏറ്റവും നല്ല ഒരു മാങ്ങയിൽപ്പെട്ട മാങ്ങനെയാണ് ഗോലക്ക്. 12 ഐറ്റം മാങ്ങയാണ് നമ്മളെ മാങ്ങയിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റി മാങ്ങ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ മിയാസാക്കി, നാംഡോക്കുമൈ, ബനാന മാവ്, കാട്ടിമൂണ്, ഗോലക്ക്, അമേരിക്ക റെഡ് പാൾമർ, റെഡ് ഡ്രാഗൺ, ക്യൂ സാംറോഡ്, ജൈൻ്റ് ഐവറി, R2E2, ബ്രൂണെ കിങ്, സൂപ്പർ ക്യൂന്, ഈ പറഞ്ഞ മാവുകളൊക്കെ ഇപ്പോൾ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. എല്ലാത്തിലും മാങ്ങ ഉണ്ടായിട്ടുമുണ്ട്. അതിൽപ്പെട്ട 2ാമത്തെ വെറൈറ്റിയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ഗോലക്ക് എന്ന് പറഞ്ഞ മാങ്ങ. അത്യാവശ്യം ഇത് വലുതായിട്ടില്ല, ഇതിപ്പോൾ ഒരു പകുതി വലിപ്പേ ആയിട്ടുള്ളൂ. ഇനി ഇത്രയും കൂടി വലുതാവാനുണ്ട്. വലുതായി കഴിഞ്ഞാൽ നല്ലൊരു 700 ഗ്രാം വരെ തൂക്കം വരുന്ന ഒരു മാങ്ങയാണ് ഈ ഗോലക്ക് എന്ന് പറഞ്ഞ മാങ്ങ. ഇതിലെല്ലാം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കവറിട്ട് വെച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ് കവറിട്ട് വെച്ചിരിക്കുകയാണ്. ഈ മാവിൽ നിറയെ മാങ്ങയാണ്. അതിൻ്റെ പ്രത്യേകത ഇതാണ്, ഏറ്റവും നല്ല ടേസ്റ്റുള്ള മാങ്ങയിൽ പെട്ട ഒരു മാങ്ങയാണ് ഗോലക്ക്. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മളെ സൂപ്പർ ക്യൂൻ എന്ന് പറഞ്ഞ മാങ്ങ. അതായത് നമ്മൾ 2 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മാങ്ങ 2 കിലോ വരെ തൂക്കം വന്നിട്ട് നമ്മൾ എഞ്ചിൻ്റെ വീടിൽ ഇട്ടിട്ടുണ്ട്. അതേ മാവ് തന്നെയാണ് ഇപ്പോൾ ഇതും ഇപ്പോഴും കായ്ച്ചിട്ടുള്ളത്. നിറയെ മാങ്ങയാണ് ഇതിൻ്റെ മുകളിലൊക്കെ. എല്ലാം കവർ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ഈ കിളികളെ ശല്യം കൊണ്ടാണ്, ഇവിടെ കിളികൾ മാങ്ങ നിൽക്കാൻ അയക്കുന്നില്ല. അതുകൊണ്ടാണ്. ഇതിൻ്റെ അപ്ഡേഷൻ ഇനി ഉണ്ടാവും. നമ്മളിത് മാങ്ങ 2 കിലോനോ 1.5 കിലോനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും കട്ട് ചെയ്ത് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്രേ വലിപ്പമായിട്ടുള്ളൂ. ഇതെല്ലാ കവർ കെട്ടിയിട്ടിട്ട് നിറയെ മാങ്ങയാണ് ഈ ഒരു മാവിൽ. ഇതാണ് മാവ്. ഇത് നമ്മൾ ആദ്യം വെച്ചിരുന്ന ഒരു ഗ്രോ ബാഗിലായിരുന്നു. വീണ്ടും അത് ഡ്രമ്മിലേക്ക് മാറ്റി ക്ലിയർ ആക്കിയതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം കായ്ച്ചതാണ് നിറച്ച്. ബനാന മാവ് എന്ന് പറഞ്ഞൊരു മാവാണ്. ഇതിൻ്റെ ഈ മാവിൻ്റെ ഭംഗി കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇത് ഒരു 100 കണക്കിന് മാങ്ങ ഇതിമുണ്ട്. ഇതെല്ലാം കവറിൽ കെട്ടിയിട്ടൊക്കെയാണ്. ഈ മാവിനമ്മ കയറി ഇരുന്നിട്ട് മാങ്ങ പൊട്ടിക്കുക. അതായത് അത്രയും ഒരു ഹൈറ്റ് കുറഞ്ഞ് പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്തെടുത്ത ബുഷാക്കിയെടുത്ത ഒരു മരമാണിത്. ഇതിൻ്റെ മാങ്ങ ശ്രദ്ധിച്ചാലറിയാം, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഈ കെട്ടിയിട്ടിരിക്കുന്നതെല്ലാം മാങ്ങയാണ്, ബനാന മാവ്. അത് നല്ല ടോപ്പ് വെറൈറ്റി മാങ്ങയാണ്. ബനാന മാങ്ങ എന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. 12 ഐറ്റത്തിൽ ഏറ്റവും നല്ല മാങ്ങ തന്നെയാണ് ബനാന മാങ്ങ. റംബുട്ടാൻ നമ്മളടുത്ത് നല്ല വെറൈറ്റികളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് N18, റോങ്റിയന്, സ്കൂൾ ബോയ്, ബിഞ്ചായി, മൽവാന, പിന്നെ സീസർ, ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് റംബുട്ടാൻ കായ്ച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മളെ മുള്ളില്ലാത്ത കൈതച്ചക്ക. നമ്മൾ മുമ്പ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു 5 കിലോനോ 6 കിലോനൊക്കെ 8 കിലോ വരെ വരുന്ന തൂക്കമന ആ കൈതച്ചക്കകളൊക്കെയാണ് ഇത്. ഇതൊക്കെ ഇപ്പോൾ കായായി തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ കായായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീഡിയോ റിവ്യൂ ചെയ്യുന്നതാണ്. ഇതാണ് ബനാന സപ്പോട്ട. തായ്ലൻഡ് ബനാന സപ്പോട്ട എന്ന് പറഞ്ഞാൽ ഇതേമാതിരി നീളത്തിൽ വരുന്ന സപ്പോട്ടയാണ്. ഇത് നീളത്തിൽ മാത്രമേ ഇതിൻ്റെ പ്രത്യേകത, നല്ല മധുരം ഉണ്ടാവും. ഏറ്റവും ടോപ്പ് മധുരമുള്ള സപ്പോർട്ടാണ് ഇത് ഫുള്ള് കായ്ക്കും ചെയ്യും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത 365 ദിവസവും കായ്ക്കും. ഇതിൻ്റെ ഒക്കെ ജെന്യൂനായ തൈകൾ തായ്ലൻഡ് ബനാന സപ്പോർട്ട എന്ന് നമ്മൾ രഞ്ജിൻ്റെ വീഡിയോ എല്ലാ വീഡിയോയിലും ഉണ്ടാവും. കാരണം ഈ സപ്പോർട്ട, കാരണം എല്ലാ സമയത്തും ഇത് കായ ഉണ്ടാവും. നമ്മളെ മരമുന്തിരി മോഡലാണ്, ജബോട്ടിക്കാവിൻ്റെ മോഡലാണ്. എല്ലാ സമയത്തും ഇവിടെ വരുമ്പോൾ സപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെ എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സ് നമ്മളെടുത്തിട്ടുണ്ട്. 22ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മളെടുത്തിട്ടുണ്ട്. ജയൻ്റ് അബിയു എന്ന് പറഞ്ഞ അബിയു നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്, നല്ല മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു അബിയുമാണ് ജയൻ്റ് അബിയു. നിപ്പിൾ ടൈപ്പ് അത്ര മധുരം പോരാ. ഇതാണ് ഇപ്പോൾ നമ്മളെ ഹോങ് ഷാങ്ങിയ എന്ന് പറഞ്ഞ ഒരു മാങ്ങയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഡ് കളറിലാണ് വരിക. ഇപ്പം തന്നെ ഇതാ റെഡ് കളറായി വരുന്നുണ്ട്, ചെറിയ റെഡ് കയറി വരുന്നുണ്ട്. ചെറുതാവുമ്പോൾ തന്നെ റെഡ് കയറി വരുന്നത്. ഇതിന്മേലും റെഡ് കയറി വരുന്നത്. ഇത് വെയിലടിച്ച് കഴിഞ്ഞാലാണ് റെഡ് കളറായിട്ട് കയറി വരിക. ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഹോങ് ഷാങ്ങിയ എന്ന് പറഞ്ഞ മാങ്ങ. ഇതിപ്പോൾ നമ്മളെ ലോങ്കണാണ്. അത് വാണിജ്യ സ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്ന ലോങ്കൺ തന്നെയാണ്. ഏറ്റവും നല്ലപോലെ കായ്ക്കുന്നുണ്ട്. മേലൊക്കെ കായ്ച്ച് വരുന്നുണ്ട്.
നമ്മളെ ഡയമണ്ട് റിവർ വേറെ ലോങ്ങൺ നമ്മളെടുത്തിട്ടുണ്ട് ഇവിടെ. എല്ലാ ലോങ്ങണുകളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ലോങ്ങണുകളും നമ്മൾ തൈകൾ നമ്മൾ ഇവിടെ ബെഡ് ലെയറും ഗ്രാഫ്റ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ബറാബ. ഇത് കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ തൈകൾ എടുത്ത് പോയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, കാരണം ഒരു പുളിയും മധുരം കൂടി ഉള്ളതാണ്. പിന്നെ മാത്രമല്ല ഇതിൽ നല്ല ടേസ്റ്റ് വരണമെങ്കിൽ ഇതൊരു ചെറിയൊരു ഓറഞ്ച് കളറിലേക്ക് മാറും. ഇത് യെല്ലോ കളർ ആയിട്ടുള്ളൂ. ഇതൊരു ഓറഞ്ച് കളറിലേക്ക് മാറിക്കഴിഞ്ഞാലാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ്. സ്റ്റാർ ഫ്രൂട്ട് അത്യാവശ്യം നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്. മുമ്പ് രഞ്ജിനെ കഴിച്ചു നോക്കിയിട്ട് നല്ല മധുരത്തിൽ കാണാം. അവിടെ ഉണ്ടായി വരുന്നുണ്ട്, മുമ്പിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നിറച്ച്. ഇതിമുണ്ടായിരുന്നു, ഫുള്ള് കിളികൾ വശിച്ച് പോയി ഇതിമുള്ളതൊക്കെ. കാരണം ഇതിങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുണ്ട്. സാധാ ആളുകൾ പറയും വടുവപ്പുളി, പക്ഷെ അത് പുളിയല്ല, നല്ല മധുരമുള്ളതാണ്. ജ്യൂസ് അടിക്കാൻ പറ്റുന്നതും ഇങ്ങനെ വെട്ടി കഴിക്കാൻ പറ്റുന്നതുമായ നല്ലൊരു പഴമാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. തായ്ലൻഡിൻ്റെയാണ്. നല്ല വെറൈറ്റി നോക്കി വാങ്ങുക. ഇതിൽ 2 ഐറ്റം ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. പുളി ഉള്ളതുകൊണ്ട് മധുരമുള്ളതുകൊണ്ട്. അത് മധുരമുള്ളത് മാത്രം നോക്കിയിട്ട് വാങ്ങുക. ബുഷ് ഓറഞ്ച്, അതായത് ഇതിൻ്റെ പ്രത്യേകത ഇത് പുളിയാണ്, മധുരമൊന്നുമല്ല. പക്ഷേ ജ്യൂസ് അടിക്കാൻ പറ്റിയ, തൊലി അടക്കം ജ്യൂസ് അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓറഞ്ച് ബുഷ് ഓറഞ്ച്. ഇത് ആര് ഗസ്റ്റ് വന്നാലും 365 ദിവസം ഇതിമ്പോൾ കായ ഉണ്ടാവും. കടയിലേക്ക് നമുക്ക് ജ്യൂസിന് വെള്ളത്തിന് ഓടണ്ട, ഒന്ന് പൊട്ടിച്ചെടുക്കുക, തൊലി അടക്കം ജ്യൂസ് അടിക്കുക, പഞ്ചസാര ഇടുക, കൊടുക്കുക. ഇതിവിടെ കായ്ച്ച തൈകൾ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം കായ് വന്നതാണ്, എല്ലാത്തിലും കായ് വന്ന തൈകൾ. അതായത് ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച് എന്ന് പറയും, സാധല്ല. ആര് ബുഷ് ഓറഞ്ച് വാങ്ങുകയാണെങ്കിലും ഇതേ വലിപ്പത്തിൽ വരുന്ന ഹൈബ്രിഡ് ബുഷ് ഓറഞ്ച് വാങ്ങി നടുക. ഇതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ബുഷ് ഓറഞ്ച്. പുളിയാണ്, മധുരമല്ല. പക്ഷേ പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിച്ചാൽ ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ്, നല്ല ടേസ്റ്റുള്ള ജ്യൂസ്. പിന്നെ മറ്റൊരു പ്രത്യേകത, 365 ദിവസം ഇതിമ്പോൾ കായ്ച്ചുകൊണ്ടിരിക്കും. ഇതിമ്പോൾ ഇപ്പോൾ ചെറിയ കായ്, പച്ച കായ് ഇതാ, അതിൽ ചെറിയ കായ് ഇതാ, ഇതുണ്ടായി വരുന്നത്. ഇതെല്ലാം ഇതിമ്പോൾ തന്നെ ഇതാ, എല്ലാ സമയത്തും ഇത് കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് പിന്നെ മധുര അമ്പഴം. ഇത് പറഞ്ഞാൽ ഇങ്ങനെ പച്ചയിലും കഴിക്കുക, പുളി ഉണ്ടാവില്ല, പിന്നെ അതിൽ സീഡ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട്. നല്ല ടേസ്റ്റിന് എല്ലാവരും കൊണ്ടുപോകുന്ന സാധനം തന്നെയാണിത്. ഇത് സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞ, ലൂബിയിൽ ഏറ്റവും ടേസ്റ്റും മധുരം ഒക്കെ ഉള്ള 360 ദിവസം കായ്ക്കുന്ന സ്വീറ്റ് ലൂബിയാണിത്. ഇത് പുളി ലൂബിയുണ്ട്, സ്വീറ്റ് ലൂബിയുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ഈ തൈകളെല്ലാം സ്വീറ്റ് ലൂബിൻ്റെ തൈകളാണ്. ഇതാണ് വൈറ്റ് ഞാവൽ, അതായത് നിറയെ കായ്ക്കുന്ന ഒരു ഞാവലാണ്. കായ്ക്ക് മാത്രമല്ല, നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉള്ള ഒരു ഞാവൽപ്പഴമാണ് വൈറ്റ് ഞാവൽ. തായ് കിങ് ഞാവലാണ്. അതായത് ഞാവൽപ്പഴം നല്ല വലിപ്പം ഉണ്ടാവും, നല്ലപോലെ കായ്ക്കും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നല്ല മധുരമുണ്ട്. പിന്നെ കുരു അത്യാവശ്യം വലിപ്പമുണ്ട്, വലിയ കുരു അല്ല, ചെറുതുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള കുരു തന്നെയാണ് ഇതിലുള്ളത്. ദൽഹരി ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പ, അത്യാവശ്യം നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉള്ളൊരു ചാമ്പയാണ് ദൽഹരി ചാമ്പ. നല്ല വലിപ്പം ഉണ്ടാവും, കുറച്ചും കൂടി വലിപ്പം വെക്കും, നല്ല മധുരമുണ്ട്, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൈകൾ നമ്മളെടുത്ത് കൊടുക്കാണ്ട്. പിന്നെ ഇതിന് മാത്രമല്ല, നമ്മുടെ അടുത്ത് ചാമ്പക്കൾ 22ഓളം വെറൈറ്റി ചാമ്പക്കകളുണ്ട്, 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മുടെ അടുത്തുണ്ട്. ഇത് ചാമ്പക്കയിൽ തന്നെ ഒരു 8 വെറൈറ്റി നല്ല മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ള ചാമ്പക്കൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മളെ ജംബോ സിട്ര എന്ന് പറഞ്ഞ ചാമ്പക്ക ഉണ്ട്, അതേമാതിരി പിന്നെ ഉമർ ചാമ്പ ഉണ്ട്, പിന്നെ ഈ ദൽഹരി ചാമ്പ ഉണ്ട്, പിന്നെ തായ് കിങ്കോങ് എന്ന് പറഞ്ഞ ചാമ്പ ഉണ്ട്, വേറൊരു വലിയ ചാമ്പ ഉണ്ട്, പിന്നെ തായ് ഗ്രീൻ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വെറൈറ്റി ചാമ്പക്കകളിൽ ഏറ്റവും നല്ല ചാമ്പക്കളൊക്കെ മധുരവും ടേസ്റ്റും വലിപ്പമൊക്കെ ഉള്ളത് ഞങ്ങൾ ചാമ്പയുടെ തൈ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ സീഡ്ലെസ് ലെമൺ, അതായത് ചെറുനാരങ്ങ വെറൈറ്റിയിൽ ഇപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നുകിൽ സീഡ്ലെസ് ലെമൺ, അല്ലെങ്കിൽ മാർക്കറ്റിലെ സാധാരണ നല്ല ലെമൺ, അതായത് നാടൻ ലെമൺ. ഈ 2 ലെമണാണ് ഏറ്റവും നല്ല വെറൈറ്റി. കാരണം അത് നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ലെമൺ ആയതുകൊണ്ട് അതും. ഈ ഒരു സീഡ്ലെസ് ലെമൺ, ഇതിന് കുരുമില്ല, നല്ല നീരുണ്ട്, പിന്നെ പെട്ടെന്ന് കായ്ക്കും ചെയ്യും, എല്ലാ സമയത്തും കായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിൻ്റെ പിന്നെ എല്ലാ സമയത്തും ഇത് കായ്ക്കും ചെയ്യും. മാത്രമല്ല അത് നല്ല വലുപ്പമുണ്ട്, നല്ല നീരും ഉണ്ട്. ഒരു നാരങ്ങ ഒരു ദിവസത്തിന് മതി. അതുമല്ല, അത് 365 ദിവസവും കായ്ക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കുറഞ്ഞ കാലയളവിൽ കായ്ക്കുന്ന ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ, ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഈ സീഡ്ലെസ് ലെമണാണ് ഏറ്റവും നല്ലത്. ഒരു വീട്ടിൽ നടാൻ പറ്റുന്ന ഒരു സീഡ്ലെസ് നാരങ്ങയാണിത്. ഞങ്ങൾ അനുഭവത്തിൽ ഞങ്ങൾ പറയുകയാണ്, അതാണ് ഏറ്റവും ടോപ്പ്. പിന്നെ തൈകൾ വേണ്ടവർ ഇവിടെ വന്നാൽ കിട്ടും. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പട്ടണക്കാവ് ഞങ്ങൾ സ്വദേശം. ഒരു 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മളടുത്തുണ്ട്. അപ്പോൾ തൈകൾ ആവശ്യമുള്ളവർ ഇവിടെ വന്നാൽ തൈകളെല്ലാം കിട്ടും. ഞങ്ങൾ വീട്ടിലെ ഫാമാണ്, നഴ്സറി ഒന്നുമല്ല, ഡെലിവറി കൊറിയറൊന്നും സൗകര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ നല്ല തൈകൾ വേണ്ടവർ 100% ഗ്യാരണ്ടിയോടെ തരും ഇവിടെ വന്നാൽ.